നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പ്രദക്ഷിണത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ 2025 മകം നാളുകാരുടെ ഗുണദോഷ ഫലങ്ങളാണ് വിവരിക്കുന്നത്. മകനക്ഷത്രത്തിൻ്റെ അധിപൻ കേതുവും രാശാധിപൻ സൂര്യനുമാണ്. കാര്യങ്ങൾ മറച്ചു വെക്കാതെ സംസാരിക്കുന്ന ഈ നാളുകാർ പൊതുവെ തലക്കനം കൂടിയവരും സ്വപ്രയത്നത്താൽ ഉയർച്ചയിലെത്തുന്നവരുമാണ്. ആധ്യാത്മികവും പൂർവികവുമായ കാര്യങ്ങളിൽ ഏറെ തൽപരരായിരിക്കും മകനാളുകാർ. എന്നാൽ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയുമൊക്കെ എതിർക്കുന്നവരുമായിരിക്കും ഇവർ. ലക്ഷ്യബോധത്തോടെയുള്ള ജീവിതം നയിക്കുന്ന ഇവരുടെ ആരോഗ്യസ്ഥിതിയും സാമ്പത്തിക സ്ഥിതിയും പൊതുവെ മെച്ചപ്പെട്ടിരിക്കും. സത്യവിരുദ്ധമായി പ്രവർത്തിക്കാത്ത ഈ നാളുകാർ മറ്റുള്ളവരുടെ ആദരവ് നേടിയെടുക്കുന്നവരും കലാസാംസ്കാരിക രംഗങ്ങളിൽ തിളങ്ങുന്നവരുമാണ്. തീർത്തും ആത്മാഭിമാനികളായ ഇവർ മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരും സ്വന്തം കഴിവിൽ അങ്ങേയറ്റം വിശ്വാസമുള്ളവരുമാണ്. മകം പിറന്ന മങ്ക എന്നൊരു ചൊല്ലുണ്ട്. മകനക്ഷത്രക്കാരായ സ്ത്രീകൾ നല്ല ആദർശശുദ്ധിയുള്ളവരും ധാർമ്മിക കാര്യങ്ങളിൽ വ്യതിചലിക്കാതെ പ്രവർത്തിക്കുന്നവരുമാണ്. എന്നാൽ ഇവർക്ക് മുൻകോപം കൂടുതലായിരിക്കും. സുഖലോലുപതയിൽ തൽപരരായ മകനാളുകാർ മറ്റുള്ളവരെ സഹായിക്കാൻ മടി കാട്ടാത്തവരുമാണ്. (2025) സംബന്ധിച്ച് ഗുണഫലങ്ങൾ വളരെ കുറഞ്ഞിരിക്കുന്നൊരു വർഷമാണ് മകനാളുകാർക്ക്. വർഷാരംഭത്തിൽ കണ്ടകശനിയാണ് ഇവർക്ക്. 2025 മാർച്ച് 29 കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് മാറുന്ന ശനി ഇവരുടെ അഷ്ടമഭാവത്തിലാണ് പിന്നീട് സഞ്ചരിക്കുന്നത്. കൂടാതെ കേതു ജന്മരാശിയിലും സഞ്ചരിക്കുന്നതിനാൽ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ നേരിടുന്ന സാഹചര്യമുണ്ടാകും. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഉദര, ശിരോ അതുപോലെ തന്നെ നേത്ര സംബന്ധിയ രോഗങ്ങൾ വർദ്ധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടും. ദമ്പതികൾ തമ്മിലും പ്രണയിതാക്കൾ തമ്മിലും അഭിപ്രായ ഭിന്നതകളും അതുമൂലമുണ്ടാകുന്ന പിണക്കങ്ങളും ഉണ്ടാകുന്നതാണ്. അനാവശ്യമായ ചിന്തകളും ആധിയും കാരണമായി മാനസിക പിരിമുറുക്കങ്ങളും പ്രയാസങ്ങളും വർദ്ധിച്ചു വരും. സർക്കാരിൽ മറ്റും കിട്ടാനുള്ള ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടും. ജോലി രംഗത്ത് കഠിനാധ്വാനം തന്നെ വേണ്ടി വരുന്നതാണ്. തൊഴിൽ മേഖലയിൽ പലപ്പോഴും കടുത്ത മത്സരം വേണ്ടിവരും. തങ്ങളുടേതായ കാരണങ്ങളാലും അശ്രദ്ധ മൂലവും പലപ്പോഴും പലവിധ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. സർക്കാർ ജോലിക്കാർക്ക് സ്ഥലം മാറ്റം, പ്രൊമോഷൻ എന്നിവ ഈ വർഷം ഉണ്ടായേക്കാം. വിദേശ യാത്ര സാധ്യമാകും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാഹചര്യമുണ്ടാകും. അതുപോലെ തന്നെ പുതിയ വാഹനം, വീട് എന്നിവ സ്വന്തമാക്കുന്നതിന് ഈ വർഷം സാധിക്കും. യാത്രാക്ലേശങ്ങളും അലച്ചിലുകളും വർദ്ധിച്ചു വരുന്നതാണ്. വാഹനങ്ങളിൽ നിന്നുമൊക്കെ അപകടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ്. ലോട്ടറി, ചിട്ടി, സമ്മാന പദ്ധതി, നറുക്കെടുപ്പുകൾ എന്നിവയിലൊക്കെ വിജയമുണ്ടാകും.
സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് തങ്ങളുടെ മേഖലയിൽ വിജയങ്ങൾ ഉണ്ടാകുന്നതാണ്. കടബാധ്യതകളും മറ്റും തീർക്കുവാനായി പൂർവിക സ്വത്ത് വിൽക്കേണ്ടതോ കൈമാറ്റം ചെയ്യേണ്ടതായോ സാഹചര്യമുണ്ടാകും. വീട്ടിലെ പ്രായമായവർക്കോ അതുപോലെ തന്നെ സ്ത്രീകൾക്കോ അസുഖ സംബന്ധിയായി ആശുപത്രിവാസം വേണ്ടി വരുന്നതാണ്. ചെലവുകൾ താരതമ്യേന വർദ്ധിച്ചു വരും. കുടുംബ സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും മാനസികമായ വൈഷമ്യതകൾക്ക് ഇടവരുത്തും. പൂർവ്വകാല സുഹൃത്തുക്കളുമായി ചേർന്ന് പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സാധ്യതയുണ്ട്. സന്താനഭാഗ്യമില്ലാത്തവർക്ക് ഈ വർഷം അത് പ്രതീക്ഷിക്കാവുന്നതാണ്. കൃഷിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും. ജനിച്ച നാടും വീടും വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യമുണ്ടാകും. സമൂഹത്തിലെ ഉന്നത വ്യക്തികളുമായി ബന്ധം പുലർത്തുന്നതാണ്. മെയ് മാസത്തിന് ശേഷം വ്യാഴം ലാഭസ്ഥാനമായ 11ാം ഭാവത്തിലേക്ക് വരുന്നതിലൂടെ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. മകം നാളുകാരുടെ അനുകൂല ദിനങ്ങളായി പറയുന്നത് ചൊവ്വയും ഞായറുമാണ്. ഇവരുടെ നിർഭാഗ്യ ദിനങ്ങളായി പറയുന്നത് ശനിയും തിങ്കളും. ഈ നക്ഷത്രക്കാരുടെ പ്രതികൂല നക്ഷത്രങ്ങളായി പറയുന്ന ഉത്രം, ചിത്തിര, വിശാഖം, പൂരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നാളുകാരുമായുള്ള കൊടുക്കൽ വാങ്ങലുകളും ഇടപാടുകളും ഇവർ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. ശുഭകാര്യങ്ങൾക്കായി ഇവർക്ക് പറയുന്നത് അനിഴം, മൂലം, അശ്വതി, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം എന്നീ നാളുകളാണ്. മകനക്ഷത്രക്കാർ നിത്യവും ഗണപതിയെ പൂജിക്കുകയും മകനക്ഷത്രവും ഞായറാഴ്ചയും ചേർന്ന ദിവസങ്ങളിൽ ആദിത്യപൂജയും ശിവപൂജയും നടത്തേണ്ടതാണ്. മകനക്ഷത്രക്കാർ ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ വിധിപ്രകാരമുള്ള ദോഷപരിഹാര ക്രിയകൾ നടത്തേണ്ടതാണ്. ഇവർ പതിവായി ആദിത്യപൂജ നടത്തുകയും ആദിത്യ സ്തോത്രങ്ങൾ ജപിക്കുകയും ചെയ്യുക. ശനി ഇവരുടെ 7ാം ഭാവാധിപനായതിനാൽ വിവാഹത്തിന് കാലതാമസം ഉണ്ടായേക്കാം. ആയതിനാൽ പരിഹാരമായി ശനിയാഴ്ച വ്രതം നോക്കുകയും ശനീശ്വര പൂജ നടത്തുകയും ശനിയാഴ്ച തോറും ശാസ്ത്രക്ഷേത്രങ്ങളിൽ തൊഴുത് പ്രാർത്ഥിക്കുകയും ചെയ്യുക.